നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കടുത്ത വേനൽ ചൂടിനെ വകവയ്ക്കാതെ പണിയെടുക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വേണാട് ഫിനാൻസിന്റെ സഹകരണത്തോടെ തൊപ്പികൾ വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് 49ാമത് വാർഷിക പൊതുയോഗം നടത്തി. തൃശൂർ മുണ്ടുപാലം ജംഗ്ഷനിൽ സ്കൂട്ടർ യാത്രിക ലോറി കയറി മരിച്ചു. ദേശീയപാത പേരാമ്പ്രയിൽ നിയന്ത്രണം വിട്ട KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് റോഡരികിലെ സ്വകാര്യ പറമ്പിലേക്ക് ഇടിച്ചു കയറി. വാർത്തകൾ വിശദമായി. കടുത്ത വേനൽ ചൂടിനെ വകവയ്ക്കാതെ പണിയെടുക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വേണാട് ഫിനാൻസിന്റെ സഹകരണത്തോടെ തൊപ്പികൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷൻ മെമ്പർ അജ്മൽ ഷെരീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പഞ്ചായത്ത് മെമ്പർമാരായ അനിത തുതിൽ കുമാർ, ഗീത രാമദാസ്, വേണാട് ഫിനാൻസ് ഡയറക്ടർമാരായ വിനീത് വിൻസെന്റ്, B ചന്ദ്രകുമാർ, VO രശ്മി, മുൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ പട്ടാലി, പുരുഷോത്തമൻ തായംകോട്ട്, കരയാമുട്ടം സൊസൈറ്റി പ്രസിഡന്റ് KH കബീർ, രഘുലാൽ വടുക്കുംചേരി, സജിത്രൻ തയ്യി, സുജിൽ കരിപ്പായു, ആഫിഫ്, നൌഷാദ് തളിയപ്പാടത്ത്, മുസ്തഫ ബഷീർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 41ഓളം വരുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾക്കാണ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷൻ ഒപ്പം പദ്ധതി പ്രകാരം തൊപ്പികൾ വിതരണം ചെയ്തത്. അവർക്ക് ചൂടിലുള്ള ഒരു സംരക്ഷണം മാത്രമല്ല, അവർക്കുള്ള ഒരു ആദരവും കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും അതുപോലെ ഇതിനോട് സഹകരിച്ച വേണാട് ഫിനാൻസിനും അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം എല്ലാവർക്കും എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് 49ാമത് വാർഷിക പൊതുയോഗം നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് VK സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കൈപ്പമംഗലം മണ്ഡലം കൺവീനർ സച്ചിദാനന്ദൻ ചികിത്സാ സഹായ വിതരണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KV ശരത് ചന്ദ്രൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ KO ആന്റണി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ, യൂണിറ്റ് ഭാരവാഹികളായ KS അബ്ദുൽ ജബ്ബാർ, CS നിഷാദ്, പ്രസന്നകുമാർ, KK വിനയകുമാർ, ഫാത്തിമ ഇബ്രാഹിം, KP രാജേഷ്, VK രാജേന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി CS നിഷാദിന് പ്രസിഡന്റായി, KS അബ്ദുൽ ജബ്ബാറിന് ജനറൽ സെക്രട്ടറിയായി, പ്രസന്നകുമാറിന് ട്രഷററായി യോഗം തെരഞ്ഞെടുത്തു. വ്യാപാരികൾക്കും പൊതുസമൂഹത്തിൽ ഗുണകരമാകുന്ന രീതിയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്, നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താൻ വ്യാപാരി സമൂഹത്തിന് കഴിയും. അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് വ്യാപാര മേഖലയിലും അതോടൊപ്പം പൊതുസമൂഹത്തിലും ഗുണമുണ്ടാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മതിലകം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ P മതിലകം അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി PG രാമകൃഷ്ണൻ റിപ്പോർട്ടും ട്രഷറർ KK ബഷീർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി ക്ലീറ്റസ് തിയാടി, വൈസ് പ്രസിഡന്റ് PY ഷെഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ വാർഷിക പൊതുയോഗങ്ങൾ കഴിയുമ്പോൾ 45,000 എന്നുള്ളത് എത്ര ഫോണൊക്കെ ആൾക്കാര് ബാക്കിൽ ഒപ്പിട്ട് നോക്കിയ 45,000 എന്നുള്ളത് എത്രയായിട്ട് മാറും? ഞാൻ ഒരു ഡിസിപ്ലിൻ അല്ലാത്ത 45,000 എന്നുള്ളത് 50,000 അംഗങ്ങളാവും.
ഇപ്പൊ 2.5 ലക്ഷം കുടുംബാംഗങ്ങളാണ്. അത് എത്രയാവും? 3 ലക്ഷം. 3 ലക്ഷം ആളുകളെ സംഘടിപ്പിക്കൽ എളുപ്പമാണ്. പല കാര്യങ്ങളും പല ആശയത്തിന്റെ പരമായി സംഘടിപ്പിക്കാൻ പറ്റും. പക്ഷെ 3 ലക്ഷം ആളുകളെ സസ്റ്റൈനിങ് ദ കമ്മ്യൂണിറ്റി, അതായത് അത് നിലനിർത്തുക. എങ്ങനെ നിലനിർത്തുക? പുരോഗമനപരമായി പരസ്പരം താങ്ങും തണലുമായി നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അത്യന്തം ശ്രമകരവും വളരെയധികം ഇൻവോൾവ്മെന്റ് ആവശ്യമുള്ള കാര്യമാണ്. ചളിങ്ങാട് ഹംസ മുസ്ലിയാരുടെ 19ാമത് ഉറൂസ് മുബാറക്കിന് നാളെ തുടക്കമാകും. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം പതാക ഉയർത്തൽ, മകാം സിയാറത്ത്, രാത്രി 7-ന് മൗലിദ് സദസ് എന്നിവ നടക്കും. ശനിയാഴ്ച രാത്രി 7:30 നടക്കുന്ന ആത്മീയ മജ്ലിസ് മുഹമ്മദ് സജീർ ഫൈസി പെരുമ്പാവൂർ ഉദ്ഘാടനം ചെയ്യും. സലാഹുദ്ദീൻ ഫൈസി വെന്നിയൂർ മുഖ്യപ്രഭാഷണം നടത്തും. സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മൂവാറ്റുപുഴ ആത്മീയ മജ്ലിസിന് നേതൃത്വം നൽകും. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് മൗലിദ് പാരായണം, രാവിലെ 10:30 മുതൽ 12:30 വരെ ഭക്ഷണ വിതരണം എന്നിവ ഉണ്ടായിരിക്കും. രാത്രി 7:30 നടക്കുന്ന ഖത്തം ദുആ മജ്ലിസ് സെയ്ദ് സൈനുദ്ദീൻ സഖാവി അൽ ബുഖാരി ആന്ത്രോത്ത് ഉദ്ഘാടനം ചെയ്യും. ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് മുഖ്യപ്രഭാഷണം നടത്തും. ഷൈഖുന അബ്ദു ഉസ്താദ് താളന്നൂർ ഖത്തം ദുആ മജ്ലിസിന് നേതൃത്വം നൽകും. ബയാർ തങ്ങൾ ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകും. സ്വാഗത സംഘം ഭാരവാഹികളായ പി അബൂബക്കർ ഹാജി, പി മുഹമ്മദ് അലി, PM ഉസ്മാൻ ഹാജി, PM സൈനുദ്ദീൻ, PA ഷംസുദ്ദീൻ, PA മുഹമ്മദ് ഗഫൂർ പള്ളിപ്പറമ്പിൽ, അനസ് അബൂബക്കർ, ഷിയാസ് വനിത തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാട്ടോർമകൾ 365-ന്റെ 2ാം ഭാഗമായ മാനസമൈനെ വരൂ എന്ന പുസ്തകം മെയ് 9-ന് പ്രകാശനം ചെയ്യും. 365 ദിവസങ്ങൾ തുടർച്ചയായി എഴുതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച സതീഷ് കുമാർ വിശാഖപട്ടണത്തിന്റെ പാട്ടോർമകൾ അറ്റ് 365-ന്റെ 2ാം ഭാഗമായ മാനസമൈനെ വരൂ എന്ന പുസ്തകം മെയ് 9-ന് രാവിലെ 11 മണിക്ക് തൃശൂർ ലളിതകലാ അക്കാദമി പ്രകാശനം ചെയ്യും. മലയാള സിനിമയിൽ ആദ്യമായി പൊന്നണിയിച്ച ചെമ്മീന്റെ നിർമ്മാതാവ് കൺമണി ബാബുവിനും ആ ചിത്രം മനോഹരമായി അണിയിച്ചൊരുക്കിയ രാമു കാര്യാട്ടിനുമാണ് ഗ്രന്ഥകർത്താവ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. തൃശൂർ ലിറ്റററി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചെറൂർ സാഹിത്യ സംഘടിപ്പിക്കുന്ന പരിപാടി പ്രശസ്ത ഗാനരചയിതാവ് MD രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര സംവിധായകൻ അമ്പിളി, ജയരാജ് വായർ, TG രവി, K രഘുനാഥൻ, K ഉണ്ണികൃഷ്ണൻ, അപർണ ബാലകൃഷ്ണൻ, അനുജ, I ഷൺമുഖദാസ്, മോഹൻദാസ് പാറപ്പുറത്ത്, ഹരി P നായർ, ഗായത്രി പത്മനാഭൻ, PC ഹരീഷ്, ബാവ സൈനുദ്ദീൻ, കരീം പന്നിത്തടം തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. പാട്ടോർമകളുടെ അപൂർവ ചരിത്രം തുടിക്കുന്ന ഫോട്ടോകളുടെ പ്രദർശനവും ഉണ്ടായിരിക്കും. തൃശൂർ മുണ്ടുപാലം ജംഗ്ഷനിൽ സ്കൂട്ടർ യാത്രിക ലോറി കയറി മരിച്ചു. അവണിശ്ശേരി സ്വദേശി വടുകൂറ്റി വീട്ടിൽ ശ്രീനിവാസ് ഭാര്യ 36 വയസ്സുള്ള ദേവികയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയായിരുന്നു അപകടം. ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ലോറിയും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദേശീയപാത പേരാമ്പ്രയിൽ നിയന്ത്രണം വിട്ട KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് റോഡരികിലെ സ്വകാര്യ പറമ്പിലേക്ക് ഇടിച്ചുകയറി. പേരാമ്പ്ര പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും തിരുവില്ലാമലയ്ക്ക് പോയിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് പേരാമ്പ്രയിൽ നിയന്ത്രണം വിട്ടത്. പറമ്പിലേക്ക് പാഞ്ഞുകയറിയ ബസ് മരത്തിലിടിച്ചാണ് നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശം ഭാഗികമായി തകർന്നു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബസിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ ചാലക്കുടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. ദേശീയപാത മരത്താക്കര കുഞ്ഞനംപാറയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കുഞ്ഞനംപാറ സിഗ്നൽ ജംഗ്ഷനിൽ റോഡ് ക്രോസ് ചെയ്ത് കടക്കുകയായിരുന്നു സ്വകാര്യ ബസ്സിൽ എറണാകുളം ഭാഗത്തുനിന്ന് വന്ന KSRTC ബസ് ഇടിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഒല്ലൂർ അഞ്ചേരിയിൽ പരക്കെ നാശം. വിദ്യാനഗർ, പാർവതി ലൈൻ, കവിത റോഡ് എന്നിവിടങ്ങളിലായാണ് മഴയിൽ മരങ്ങൾ വീണ് നാശം വിതച്ചത്. വിദ്യാനഗറിൽ തെങ്ങ് വീണ് KSEB ഹൈ ടെൻഷൻ ലൈനിൽ 3 വൈദ്യുതി തൂണുകളും, തോട്ടപ്പടി പാർവതി ലൈനിൽ മരം വീണ് വൈദ്യുതി തൂൺ തകർന്നു. കവിത റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കൗൺസിലർ പ്രവീണിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചു നീക്കി. KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുതി തൂണുകൾ മാറ്റി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും വരന്തരപ്പള്ളി വടക്കുമുറിയിൽ മാവിന്റെ കൊമ്പൊടിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്നു. പോസ്റ്റും മരച്ചില്ലയും റോഡിലേക്ക് വീണതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. സ്വകാര്യ വ്യക്തിയുടെ മാവിന്റെ വലിയ ചില്ലയാണ് റോഡിലേക്ക് പതിച്ചത്. ഈ സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. പോസ്റ്റ് ഒടിഞ്ഞതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. KSEB വരന്തരപ്പള്ളി സെക്ഷനിൽ നിന്ന് ജീവനക്കാരെത്തി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. റോഡിലേക്ക് വീണ മരച്ചില്ല മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു.
വാണിജ്യ സിലിണ്ടറുകളുടെ വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AGC ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. നിയുക്ത MLA രാജൻ പല്ലൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നികുതികൾ ഇളവ് ചെയ്തു വർദ്ധിപ്പിച്ച നിരക്കുകൾ പിൻവലിച്ചും കേന്ദ്ര സർക്കാർ ജനങ്ങളോട് നീതി പുലർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള ഹോട്ടൽ ആൻഡ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ജില്ലാ സെക്രട്ടറി VR സുകുമാർ, സംസ്ഥാന ട്രഷറർ ബിജുലാൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി VT ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂക്കരയിൽ മരപ്പട്ടി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മൂത്രത്തിക്കര കൊങ്കയിൽ പരേതനായ വിജയഭാര്യ ഓമനയാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. ഇരിഞ്ഞാലക്കുട ഉത്സവം കഴിഞ്ഞ് തിങ്കളാഴ്ച പുലർച്ചെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. മകന്റെ ബൈക്കിന്റെ പുറകിൽ സഞ്ചരിച്ചിരുന്ന ഓമന റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. പുതുക്കാട് പോലീസ് നടപടികൾ സ്വീകരിച്ചു. ട്രെയിനിൽ നിന്ന് വീണ ആലപ്പാട് പുറത്തൂർ സ്വദേശി മരിച്ചു. പുറത്തൂർ സ്വദേശി കൊടപ്പുള്ളി വീട്ടിൽ 68 വയസ്സുള്ള സുരേഷ് ബാബുവാണ് മരിച്ചത്. വസായി വെസ്റ്റ് രാജ ഹാൻഡ് സീസൺ സമ്മർ ബിൽഡിംഗിലെ താമസക്കാരനായ സുരേഷ് ബാബു വസായി റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കിടെയാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ട്രെയിനിൽ നിന്ന് വീണുണ്ടായ അപകടത്തിൽ മരിച്ചത്. ബന്ധുക്കൾ നാട്ടിൽ നിന്നും എത്തിയതിനു ശേഷം നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തി സംസ്കരിക്കും. ബംഗളൂരുവിൽ ലൈംഗികാതിക്രമം നടത്തിയ മലയാളി യുവാവിന്റെ മർദ്ദനമേറ്റ് തൃശൂർ വടനപ്പള്ളി സ്വദേശിനി മരിച്ച സംഭവത്തിലെ പ്രതി കർണാടക പോലീസിന്റെ പിടിയിലായി. കൊല്ലം സ്വദേശി ദീപക് കൃഷ്ണനാണ് പിടിയിലായത്. കന്യാകുമാരിയിൽ നിന്ന് ബസ്സിൽ വരുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. കർണാടക പോലീസ് എത്താൻ വൈകിയതിനാൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വ്യാഴാഴ്ചയാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു യുവതി മരിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടുത്ത വേനൽ ചൂടിനെ വകവയ്ക്കാതെ പണിയെടുക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വേണാട് ഫിനാൻസിന്റെ സഹകരണത്തോടെ തൊപ്പികൾ വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് 49ാമത് വാർഷിക പൊതുയോഗം നടത്തി. തൃശൂർ മുണ്ടുപാലം ജംഗ്ഷനിൽ സ്കൂട്ടർ യാത്രിക ലോറി കയറി മരിച്ചു. ദേശീയപാത പേരാം റെയിൽ നിയന്ത്രണം വിട്ട KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് റോഡരികിലെ സ്വകാര്യ പറമ്പിലേക്ക് ഇടിച്ചു കയറി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.